നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ, ജസീം. LSGയെ തോൽപ്പിച്ചുകൊണ്ട് RCB പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിയ മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം. വിരാട് കോഹ്ലി ആദ്യമായി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇമ്പാക്ട് പ്ലെയറായി കളിച്ച മത്സരമായിരുന്നു. അതിനൊപ്പം 37ാമത്തെ വയസ്സിലും വിരാട് കോഹ്ലി IPLലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ ഈ ഓറഞ്ച് ക്യാപ്പും അണിഞ്ഞുകൊണ്ട് നിന്ന മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ LSGയെ തോൽപ്പിച്ച് RCB പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഹാരിസ്, എന്ത് തോന്നുന്നു? പിന്നെ RCB അവരുടെ ഒരു ഡ്രീം റണ്ണിലാണ് കഴിഞ്ഞ സീസൺ മുതൽ അവർ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് ഈ ബോളർമാരുടെ ഡൊമിനൻസ് നമ്മളിങ്ങനെ മത്സരങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പൊതുവേ T20 മൈതാനങ്ങളിങ്ങനെ ബാറ്റർമാരുടെ പൂരപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും IPLൻ്റെ രസം എന്ന് പറയുന്നതും ആവേശം എന്ന് പറയുന്നതും ഇങ്ങനെ ഗാലറി കടന്ന് പന്തുകൾ ഇങ്ങനെ പായുന്നതാണല്ലോ. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RCB ബോളർമാരുടെ ഒരു നിറഞ്ഞാട്ടമാണ് ഈ മത്സരത്തിൽ കണ്ടു തന്നുള്ളതാണ്. അതെ, ഇപ്പോൾ 4 വിക്കറ്റ് എടുത്ത് റാസിഖ് സലാമും 3 വിക്കറ്റ് എടുത്ത് ഭുവനേശ്വർ കുമാറും അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ജോഷ് ഹേസൽവുഡാണ് കളിയിലെ മാൻ ഓഫ് ദ മാച്ച് എന്നതിൽ പിന്നെ ഒരു IPL മത്സരത്തിൽ ഡോട്ട് ബോളുകൾക്ക് അല്ലെങ്കിൽ ഡിഫെൻസീവ് ബോളിങ്ങിന് എത്രമേൽ റോളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ജോഷ് ഹേസൽവുഡിൻ്റെ ആ സ്പെല്ല് എന്ന് പറയുന്നത്. ആദ്യത്തെ 7 ഓവറിൽ 3 ഓവറും രജത് പട്ടീദർ കൊടുക്കുന്നത് ജോഷ് ഹേസൽവുഡിനാണ്. പവർ പ്ലേയിൽ ജോഷ് ഹേസൽവുഡ് എറിഞ്ഞ പവർ പ്ലേയിൽ ജോഷ് ഹേസൽവുഡ് എറിഞ്ഞ 2 ഓവറിൽ 6 റൺസാണ് അദ്ദേഹം ആകെ വിട്ട് നൽകിയത്. റാസിഖ് സലാമും ജോഷ് ഹേസൽവുഡും ചേർന്നാണ് ശരിക്കും ആ പവർ പ്ലേ അങ്ങ് LSGയുടെ അതും മിച്ചൽ മാർഷും നിക്കോളസ് പൂരനും പിന്നെ ഋഷഭ് പന്തും അങ്ങനെ തുടങ്ങിയിട്ട് വെട്ടിക്കെട്ടുകാരെ കൊണ്ട് നിറഞ്ഞ LSGയെ പോലെ ഒരു ടീമിനെ അവർ സീസണൽ ട്രാക്കിലാണോ ഇല്ല എന്നുള്ളത് വേറെ ചർച്ചയാണ്. പക്ഷേ എങ്കിൽ പോലും നിക്കോളസ് പൂരനെ പോലെ T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളെയൊക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുക. ജോഷ് ഹേസൽവുഡ് തൊട്ടടുത്ത ഓവറിൽ പൂരൻ്റെ കുറ്റി തെറിപ്പിക്കുന്ന പന്ത് ശരിയാണ്. അപ്പോൾ നിക്കോളസ് പൂരനെതിരെ ഇപ്പോൾ ഭയങ്കര വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പിന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച് മൊത്തത്തിൽ IPL പോലുള്ള ലീഗുകളിൽ ഇങ്ങനെ നിറഞ്ഞാടാൻ വേണ്ടി പണം മോഹിച്ചാണ് അദ്ദേഹം വരുന്നത്. സ്വാഭാവികമായിട്ടും വെസ്റ്റ് ഇൻഡീസ് പ്ലേയേഴ്സിൻ്റെ അവസ്ഥ അതാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ പോലും നിക്കോളസ് പൂരൻ ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഡൗൺ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. സോ ജോഷ് ഹേസൽവുഡിൻ്റെ സ്പെല്ലാണ് ശരിക്കും ഇന്നലെ RCB. ഇപ്പോൾ രജത് പട്ടീദർ, ഇപ്പോൾ അവരുടെ എത്ര ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഷെഫേർഡിന് ബോളിംഗ് ഈ സീസണിൽ അധികം കൊടുക്കാറില്ല. ഷെഫേർഡ് ഒരു ഓൾറൗണ്ടർ ഓപ്ഷനാണ്. അദ്ദേഹം ടീമിലുണ്ടായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ബോളിംഗ് അധികം കൊടുക്കാറില്ല. ടിം ഡേവിഡ് ഓൾറൗണ്ടർ ഓപ്ഷനാണ്, അദ്ദേഹത്തിന് ബോളിംഗ് അധികം കൊടുക്കില്ല. പക്ഷേ ഇവരുടെ അല്ലേ തന്നെ ഇവർക്ക് ബോളർമാരെ കൊണ്ട് നിറഞ്ഞ ഇപ്പോൾ അഭിനന്ദൻ സിംഗിനെയാണ് കഴിഞ്ഞ മത്സരം വരെ ഇറക്കിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് റാസിഖ് സലാമിന് ഒരു അവസരം കൊടുക്കുന്നത്. അതായത് 3 മത്സരം എടുത്തു. അതായത് ആദ്യത്തെ 3 മത്സരത്തിൽ അവസരം കൊടുത്തിട്ടില്ല, കഴിഞ്ഞ മത്സരത്തിലാണ് അവസരം കൊടുക്കുന്നത് റാസിഖ് സലാമിന്. കഴിഞ്ഞ സീസണിൽ ഇവർ നിലനിർത്തിയാണ്. 2025 കഴിഞ്ഞ സീസണിൽ യാഷ് ദയാൽ ഉള്ളതുകൊണ്ട്, ഭൂവിയും യാഷ് ദയാലും ഹേസൽവുഡും ടീമിലുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ആകെ കഴിഞ്ഞ സീസണിലാകെ 2 മത്സരങ്ങളിലാണ് അവസരം കിട്ടിയത്. ഈ സീസണിൽ അദ്ദേഹത്തിന് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് 3 മത്സരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ജമ്മു കാശ്മീരിന് വേണ്ടി കളിച്ചിരുന്ന ഒരു മനുഷ്യൻ കൃണാൽ പാണ്ഡ്യയുടെ നിർദ്ദേശപ്രകാരമൊക്കെ ബറോഡയ്ക്ക് വേണ്ടി പോയി കളിച്ച് ഋഷഭ് പന്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കൊക്കെ മാറി തിരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നെറ്റ്സിൽ ഈ റാസിഖ് സലാമിനെ നേരിട്ട അനുഭവങ്ങളൊക്കെ ഋഷഭ് പന്ത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഒരു ഘട്ടത്തിൽ എന്നാണ്. അതായത് ഇന്നലത്തെ മത്സരം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, സർഫേസ് മനസ്സിലാക്കി കുറച്ചുകൂടി ഡ്രൈ ആയ സർഫേസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് 24 പന്തിൽ 14 പന്തുകൾ സ്ലോവർ ഡെലിവറികളായിരുന്നു എന്നുള്ളതാണ്. അതായത് അങ്ങനെ സ്ലോവർ ഡെലിവറികൾ കൊണ്ട് പിന്നെ എതിരാളികൾ വീഴ്ത്തി. കുറച്ചുകൂടി ആയിഷ് ബദോനിയും മുകുൾ ചൗധരിയൊക്കെ അവസാന ഘട്ടത്തിൽ ഭയങ്കര ടച്ചിലായിരുന്നൊരു ഘട്ടത്തിൽ അവരുടെ വിക്കറ്റ് വീഴ്ത്തി, നിർണായക വിക്കറ്റുകൾ പോക്കറ്റിലാക്കി. അങ്ങനെ ഒരു മനുഷ്യൻ 4 ഓവറിൽ 24 റൺസൊക്കെ വിട്ട് നൽകി 6ൽ താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞിട്ട് പോലും ഇവിടെ മാൻ ഓഫ് ദ മാച്ച് ജോഷ് ഹേസൽവുഡ് ആയതിൻ്റെ കാരണം തീർച്ചയായും ജോഷ് ഹേസൽവുഡ് ഒരു ഓവറിൽ, അതായത് പവർ പ്ലേയിൽ ഒരു ഓവറിൽ തുടർച്ചയായ 5 ഡോട്ട് ബോളുകൾ എറിയുക എന്ന് പറഞ്ഞാൽ അത് ജോഷ് ഹേസൽവുഡിനെ കൊണ്ടല്ലാതെ ആർക്ക് കഴിയും. ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് വൈഭവ് സൂര്യവംശി അദ്ദേഹത്തെ അടിച്ചതിർത്തി കടത്തിയ കഥയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ് കംബാക്ക് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ ടോസ് മുതൽ തന്നെ അവർ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു. രജത് പട്ടീദാർ, അവർക്ക് ടോസ് ലഭിക്കുന്നു, അവർ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. രജത് പട്ടീദാറിൻ്റെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ബോളർമാർ നന്നായി പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പന്തെറിഞ്ഞ എല്ലാ ബോളർമാരും 10ൽ താഴെ എക്കോണമിയിലാണ് പന്തെറിഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ എന്നാണ്. അതേസമയം പിന്നെ LSGയിലേക്ക് വരുന്ന സമയത്ത് ദിഗ്വേഷ് രാത്തി നന്നായി അടികൊണ്ടൊരു ദിവസമാണ് ഇന്നലെ. 12ആണ് അദ്ദേഹത്തിൻ്റെ കഥ. കഴിഞ്ഞ തവണ അദ്ദേഹം പിന്നെ പല വിവാദങ്ങളും സൃഷ്ടിച്ചൊരു മനുഷ്യനാണ്. ഇന്നലത്തെ മത്സരത്തിൽ ജിതേഷ് ശർമ്മയാണ്, ഇതുവരെ ടച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജിതേഷ് ശർമ്മ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഓവറിൽ 2 6 2 4
പിന്നെ പറത്തുന്നത്. വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുന്ന സമയത്ത് വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ആണ് ഇപ്പോൾ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച. അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് റൈസിൽ ഒന്നാമതെത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റിന് വിമർശന വിധേയമാക്കുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വിരാട് ഇപ്പോൾ നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇമ്പാക്ട് പ്ലെയർ റോളിൽ ആദ്യമായിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നത്. കളിക്ക് ശേഷം കോഹ്ലി പറയുന്നുണ്ട് ഞാൻ പൂർണ്ണമായും ഫിറ്റല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 14 ബോളിൽ 34 റൺസ് അടിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. എന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടി പിന്നെ പിച്ചിൻ്റെ കണ്ടീഷനും പിന്നെ സർഫേസിൻ്റെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കുറച്ചുകൂടി സ്ലോ ഡൗൺ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കളി ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓറഞ്ച് ക്യാപ്പ് റൈസിലെ ടോപ്പ് 2 മനുഷ്യന്മാർക്ക് 2 പേർക്കും 200 താഴെയാണ് സ്ട്രൈക്ക് റേറ്റ്. ഹെൻഡ്രിച്ച് ക്ലാസ്സിനാണ് രണ്ടാമത് നിൽക്കുന്നത്. ഹെൻഡ്രിച്ച് ക്ലാസ്സിന് 150 താഴെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. അതേസമയം രജത് പട്ടിദാർ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫോം തുടരുന്നു. രജത് പട്ടിദാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് RCBയുടെ മിഡിൽ ഓർഡർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 200 സ്ട്രൈക്ക് റേറ്റിന് മുകളിൽ വീണ്ടും അദ്ദേഹം ബാറ്റ് വീശുന്നു. ഈ ടൂർണമെൻറ്റിൽ 200 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത 2 ആളുകൾക്ക് 200 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളൂ. അതിലൊന്ന് വൈഭവ് സൂര്യവംശി, 2 രജത് പട്ടിദാറുമാണെന്നാണ്. ഇന്നലെയും അദ്ദേഹം നന്നായി ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ RCB എല്ലായിടത്തും ഡൊമിനൻസ് ചെയ്യുന്നൊരു ടീമായി മാറുന്നു. അവർ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ അവരുടെ പല ഓപ്ഷനുകൾ ഉണ്ടായിട്ടും അവരെയൊന്നും യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവർ പ്രതിഭാധാരാളിത്തമുള്ള ടീമായി മാറുന്നു. എല്ലാവരും ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ്. RCBക്ക് ഈ സീസണിലും കപ്പ് നേടും എന്നവർ പ്രതീക്ഷിക്കുകയോ അത് നിലനിർത്തും അവർ പ്രതീക്ഷിക്കുകയോ ഭയങ്കര ഉറപ്പോടുകൂടി പല കാലങ്ങളിൽ ഈ സാല കപ്പ് നംദേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ആരാധകർക്ക് ഈ സീസണിലും അത് പറയാം ഉറപ്പോടെ എന്നാണ്. ഇതിൽ ഹാരിസ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് RCB എന്ന് പറയുന്ന ടീം അവർ ചാമ്പ്യന്മാരുടെ പോലെ തന്നെയാണ് കളിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ സീസണിൽ കപ്പ് നേടി, ഈ സീസണിലും ഞങ്ങൾ കപ്പ് നേടും എന്നുള്ള ലൈനിൽ തന്നെയാണ് കളിക്കുന്നത്. എല്ലാ ബാറ്റ്സും പിന്നെ ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. അപ്പോൾ പിന്നെ രജത് പട്ടിദാറിൻ്റെ ഫോം മധ്യനിരയിൽ അദ്ദേഹം തകർത്തടിക്കുന്നു. വിരാട് കോഹ്ലി വേറൊരു തരത്തിൽ കളിക്കുന്നു. അപ്പം RCB അവർ കപ്പ് നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഇപ്പം 5 മത്സരത്തിൽ 4 വിജയങ്ങൾ നേടിക്കഴിഞ്ഞു. ടേബിൾ ടോപ്പേഴ്സാണ്. എന്താണ് ജസീമിന് പറയാനുള്ളത്? ഈ RCB ഇന്നലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ RCB കഴിഞ്ഞ മത്സരങ്ങളിൽ ഇന്നലെ ഒഴികെയുള്ള ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം 200 സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുകയാണെങ്കിലും ചേസ് ചെയ്യുകയാണെങ്കിലും 200 കടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള. പക്ഷേ ഇന്നലെ ലക്നൗ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ അവർ ഒരു ചെറിയ സ്കോറിലേക്ക് 150 താഴെ 146 റൺസിലേക്ക് 147 വിജയലക്ഷ്യം ആക്കുന്ന രീതിയിലേക്ക് മാറി. പക്ഷേ ഇന്നലത്തെ കളി എനിക്ക് തോന്നുന്നത് തീർത്തും ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഒരു RCBയുടെ കയ്യിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കളിയായി മാറി എന്നുള്ളതാണ്. ലക്നൗവിന് ഒരു ഘട്ടത്തിലും ഒരു അതിജീവിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു സമ്മർദ്ദം കൊടുക്കാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ബൗളർമാരാണെങ്കിലും ഇപ്പോൾ ലക്നൗവിൻ്റെ ബൗളർമാരും ബാറ്റർമാരും എല്ലാം നിരാശപ്പെടുന്നത് RCBക്കെതിരെ എങ്ങനെ കളിക്കണമെന്ന് അവർ ഒരു മറന്ന രീതിയിലാണ് ഇന്നലെ കളിച്ചതെന്ന് തോന്നുന്നു. ഇന്നലെ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ കളിയുടെ ഒരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ പവർ പ്ലേയിൽ ബാംഗ്ലൂർ നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവർ ഒരു അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും ഫിസാൾഡ് പെട്ടെന്ന് ഔട്ടായി പോവുകയാണെങ്കിലും പിന്നീട് അദ്ദേഹം ഉണ്ടാക്കുന്നൊരു പാർട്ണർഷിപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അവർ അഗ്രസീവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എങ്ങനെ ബൗളിങ്ങിനെ വിന്യസിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ശരിക്കും ലക്നൗവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ആ സമയത്ത് ആവേശ് ഖാനെ കൊണ്ടുവന്നിട്ട് അവസാനം ആ ഒരു ഓവർ, അതായത് പവർ പ്ലേയുടെ ഏറ്റവും അവസാനം 6ാമത്തെ ഓവറിൽ ആവേശ് ഖാനെ കൊണ്ടുവരുന്നു. ആവേശ് ഖാൻ പിന്നെ ആ ഒരു ഓവറിൽ വെറും 5 റൺസ്, കാരണം അത്രയും അഗ്രസീവായിട്ട് ഇവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ എക്കോണമിയിൽ വന്നിറങ്ങിയ ആവേശ് ഖാനാണ്. എല്ലാവർക്കും നല്ല ഡിറ്റുണ്ട്. അതെ, അപ്പോൾ ഈ ആവേശ് ഖാൻ അവിടെ കൊണ്ടുവന്ന് ആവേശ് ഖാനാണ് പിന്നെ ആ ഒരു സ്കോറിനൊരു തടയിടുന്നത്. ശരിക്കും അദ്ദേഹം ആ ഒരു 6ാമത്തെ ഓവർ പവർ പ്ലേയിലെ ലാസ്റ്റ് ഓവർ വന്ന് ആ ഒരു റണ്ണൊഴുക്കിനൊന്ന് തടയിടുക എന്നുള്ളൊരു ഇത് കാണിച്ചു. പക്ഷേ എന്നാലും പിന്നീട് വിരാട് കോഹ്ലി ഇന്നലെ ഷമിയുടെയും അതുപോലെ തന്നെ പ്രിൻസ് യാദവിൻ്റെയും ഓവറുകൾ ചെയ്തുന്നുണ്ട്. അദ്ദേഹം തുടർച്ചയായിട്ട് ആദ്യം 3 4ഉം പിന്നെ പ്രിൻസ് യാദവിന് 4 4 വന്നുന്നുണ്ട് തുടർച്ചയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്നലെ അദ്ദേഹം വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ടോട്ടലി അവർ ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ അവരൊരു സമ്മർദ്ദം, ഇപ്പോൾ നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഒരു സമ്മർദ്ദം ഒന്നും ഇല്ലാതെ, ഇപ്പോൾ മുമ്പൊക്കെ പറയുന്ന ഈ സാല കപ്പ് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വലിയൊരു സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ഈ ഒരു കപ്പില്ലാത്ത ടീമാണ് ആ രീതിയിൽ നമുക്കും തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവർ ഒരു കൂളായിട്ട് കളിക്കുന്നു. അവർ ആ ഒരു നിലവിലെ ചാമ്പ്യന്മാരെങ്ങനെയാണോ കളിക്കേണ്ടത് ആ രീതിയിൽ കളിക്കുന്നു. എതിർ ടീമുകളെ കണ്ടറിഞ്ഞ് കളിക്കുന്നു, നല്ല സ്കോർ ചെയ്യുന്നു. ഏറ്റവും IPL ചരിത്രത്തിൽ ഏറ്റവും ലോ സ്കോറുള്ളൊരു ടീമായിരുന്നു. പക്ഷേ അവരിപ്പോൾ കളിക്കുന്ന എല്ലാം 200-ന് മുകളിലാണ്. ശരിക്കും ഇന്നലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ലക്നൗ കുറഞ്ഞ സ്കോറാക്കിയതുകൊണ്ട് മാത്രമാണ്. കാരണം ഇന്നലെ 15.1 ഓവറിൽ തന്നെ ഇന്നലെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പെട്ടെന്ന് അവർ 29 ബോളെങ്ങാണ്ട് ബാക്കിയുണ്ട് ഇന്നലെ അവർ ജയിക്കുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ ബാംഗ്ലൂർ ജയിക്കുമ്പോൾ ഒരുപക്ഷെ ഇനിയും കിരീടത്തിലേക്ക് അവർ
പോകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് ഈ ഓപ്പണിങ്ങിൽ ഇപ്പോൾ ഫിൽസാൾട്ടിനെ പോലെ ഒന്നുകൂടി അവിടെ ഒന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി ആ ഒരു വിജയം കുറച്ച് നേരത്തെയാക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ അവർക്ക് കഴിയായിരുന്നു. അതോടൊപ്പം തന്നെ ദേവദത്ത് പടിക്കൽ, ഇന്നലെ ദേവദത്ത് പടിക്കലിനോടൊപ്പം നിന്നിട്ടാണ് വിരാട് കോഹ്ലി പിന്നീട് ആ ഇന്നിങ്സ് ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടാമത്തെ ഒരു 1 ഡൗൺ ദേവദത്ത് പടിക്കൽ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ ദേവദത്ത് പടിക്കലിനെ ഒരു ഭാഗത്ത് നിർത്തി വിരാട് കോഹ്ലി അടിച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പക്ഷേ ദേവദത്ത് പടിക്കലിന് ഇന്നലെ 10 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഏതായാലും ആ രീതിയിലേക്ക് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കളിക്കാർക്കും ആ ഒരു എങ്ങനെ ചേസ് ചെയ്യണം എന്നുള്ളത് അത് കൃത്യമായിട്ട് ഒരു രൂപരേഖ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് വിരാട് കോഹ്ലി ചെയ്തത്. ആ ഒരു കൃത്യത അദ്ദേഹം നന്നായി നൽകിയത് കൊണ്ട് തന്നെ പിന്നീട് ബാംഗ്ലൂരിനെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനും പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ലക്നൗവിൻ്റെ ബോളർമാർ തീർത്തും നിരാശപ്പെടുത്തുമ്പോൾ അവരെ അടിച്ചുകൊണ്ട് എങ്ങനെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം കൂടി ഇന്നലെ ഇവർ കാണിച്ചു തന്നുള്ള കാര്യം കൂടി എല്ലാ സാധ്യതയും. അതെ അതെ, തീർച്ചയായിട്ടും ഈ കളി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധ്യത. പക്ഷേ അല്ല, ആർ സി ബി ഒരു ടീം എന്ന നിലയിൽ കൃത്യമായിട്ടും അവർ ഗംഭീരമായിട്ടാണ് കളിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ഒന്നും ഒരിക്കലും ചർച്ചാ വിഷയം പോലും ആവാൻ പാടില്ല. ശരി, കാരണം കോഹ്ലിയെ പോലുള്ളൊരു കളിക്കാരൻ അത്രയും ഓറയുള്ള 18 സീസണുകൾ കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് രീതി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം. അപ്പോൾ കോഹ്ലിയെ പോലുള്ളൊരു കളിക്കാരൻ ഒരിക്കലും സ്ട്രൈക്ക് റേറ്റിന്റെ പുറത്ത് വിലയിരുത്തപ്പെടേണ്ട ആളല്ല. അത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 34 IPL ഇന്നിങ്സുകൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും ഒക്കെ പറഞ്ഞിട്ട് അതിൽ ആ 34 ഇന്നിങ്സിൽ 2-3 സെഞ്ചുറി അടക്കമുണ്ട്. പല മത്സരങ്ങളിലും അദ്ദേഹം ഒരു 60-70 റൺസ് എടുക്കുന്നുണ്ട്. ചില മത്സരങ്ങളിൽ അദ്ദേഹം 48 ബോളിന് 82 റൺസ് എടുത്ത 97 റൺസ് എടുത്ത ഇന്നിങ്സുകളൊക്കെ ഉണ്ട്. 91 റൺസ് എടുത്ത ഇന്നിങ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിരാട് കോഹ്ലി എന്നുള്ള മനുഷ്യൻ ആ ടീമിൻ്റെ ജീവനാടിയാണ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പോലും അദ്ദേഹത്തിലാണ് ക്യാമറ ശ്രദ്ധ മുഴുവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ ഡ്രസ്സിംഗ് റൂമിൽ ഈ ഡഗ് ഔട്ടിൽ ഇടക്ക് അദ്ദേഹത്തിൻ്റെ ആക്രോശങ്ങൾ, അതിനൊപ്പം തന്നെ അദ്ദേഹം ഋഷഭ് പന്തിന് പരിക്കേറ്റപ്പോൾ അദ്ദേഹത്തെ ചെന്ന് സമാധാനിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രംഗങ്ങൾ, ഷമിയുമായിട്ടുള്ള സംസാരം, അതായത് വിരാട് കോഹ്ലി ഇമ്പാക്ട് പ്ലെയർ ആണെങ്കിലും ആ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ വിരാട് കോഹ്ലി തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ട മത്സരമായിരുന്നു. പിന്നെയുള്ളത് ഋഷഭ് പന്താണ്. ഋഷഭ് പന്തിൻ്റെ ഫോം ഔട്ട് ഒരു വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ഋഷഭ് പന്ത് ഇന്നലെ തന്നെ പരിക്ക് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് ക്രീസിൽ നിന്ന് പോയത്. അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്നത് പോലും വേറൊരു സ്റ്റൈലായിരുന്നു. നമ്മൾ മുമ്പ് മില്ലർ ഇതുപോലെ ആ ബൗണ്ടറി ലൈനൊക്കെ ചാടി കടന്നിട്ടൊക്കെ ഇറങ്ങി വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം മത്സരത്തിൽ ആദ്യം 3 പന്തുകളും അദ്ദേഹം ഹേസൽവുഡിൻ്റെ പന്തുകൾ 5 ഡോട്ടെറിഞ്ഞ പന്തുകളിൽ 4 ഇദ്ദേഹമാണ് നേരിട്ടിരുന്നത്. അപ്പം വിരാട് കോഹ്ലി ഈ ഋഷഭ് പന്ത് അത്രയും അഗ്രഷനോട് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോം വലിയൊരു കൺസേൺ ആണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ശരിക്കും ഋഷഭ് പന്ത് വന്നത് 2017-18 കാലഘട്ടത്തിൽ അദ്ദേഹം വന്ന സമയത്ത് ഡൽഹിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ, അതായത് T20 ഇന്നിങ്സുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായിരുന്നത്. അദ്ദേഹം ഒരു അഗ്രസീവ് ബാറ്റർ എന്ന രീതിയിലാണ് ആ സമയത്ത് ലേബൽ ചെയ്യപ്പെട്ടിരുന്നത്. T20 അതായത് ഇന്ത്യൻ ടീമിൽ T20 ഇദ്ദേഹം വലിയൊരു സ്റ്റാർ ആകും എന്ന തരത്തിലായിരുന്നു ആ സമയത്ത് ചർച്ചയുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം നമുക്കറിയാം ഈ 2017 തൊട്ട് 2026 എത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ബാറ്റർ എന്ന ലൈനിൽ മാത്രമാണ് അദ്ദേഹം ശോഭിച്ചിട്ടുള്ളത്. സഞ്ജു പന്ത് സംഘർഷങ്ങൾ പോലും, അതായത് സംവാദങ്ങൾ പോലും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. സഞ്ജുവോ പന്തോ എന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ T20 ലോകകപ്പിൽ 2024 T20 ലോകകപ്പിൽ സഞ്ജു ടീമിലുണ്ടായിരുന്നു, പന്തിലായിരുന്നു അവസരം ലഭിച്ചത്. പക്ഷേ പന്ത് 2017 ഇദ്ദേഹത്തിൻ്റെ ഷോട്ടുകളുടെ ഒരു വൈവിധ്യം, നമ്മൾ ഒരു 360 സ്റ്റൈലിൽ തന്നെയായിരുന്നു, ഒരു ലെഫ്റ്റ് ഹാൻഡ് 360 സ്റ്റൈലായിരുന്നു 2017-18 കാലഘട്ടത്തിൽ ഋഷഭ് പന്ത് ബാറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം കിടന്നടിക്കുന്നു, നിലത്ത് ഉരുണ്ടടിക്കുന്നു, അങ്ങനെ ഏത് തരത്തിലും ടെസ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു. ടെസ്റ്റിലും T20 മോഡിൽ കളിക്കുന്നു. പക്ഷേ അദ്ദേഹം സെറ്റിലായിട്ടിരിക്കുന്നത് 3 ഫോർമാറ്റിൽ ക്രിക്കറ്റിൻ്റെ ഇപ്പം അദ്ദേഹം T20 ടീമിലില്ല. T20 ടീമിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു. 60-ലധികം T20 മത്സരങ്ങൾ കളിച്ചിരുന്നു. ഏകദിന മത്സരങ്ങളിൽ അവസരം ലഭിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ശോഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീർത്തും ഡിഫറെൻറ്റ് ഫോർമാറ്റായി, അതായത് നമ്മൾ ടെസ്റ്റിൽ പൊതുവെ ബാറ്റർമാരൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് കളിക്കുന്നു, ആ ലൈനിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ടെസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് ഇപ്പം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിലെ വിജയം എനിക്ക് തോന്നുന്നത് ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതായത് T20 നമ്മൾ ഫസ്റ്റ് പന്ത് തൊട്ട് തന്നെ അഗ്രസീവ് ആവേണ്ട
മാറേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അതായത് പിന്നെ കുറച്ചുകൂടി അത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ പിന്നെ വന്ന ഉടൻ തന്നെ സെറ്റിൽ ആവേണ്ടി വരുന്നു. പക്ഷേ ടെസ്റ്റിലാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. ആ സമയം അദ്ദേഹത്തിന് കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഒരുപക്ഷെ ടെസ്റ്റിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടാവുക. T20യിലും മറ്റു ഫോർമാറ്റുകളിലൊക്കെ അദ്ദേഹം ഒരു ആവറേജ് പ്ലെയർ മാത്രമായി മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സങ്കടകരമാണ്. ഈ ഋഷഭ് പന്തിൻ്റെ അദ്ദേഹത്തിന് ഇന്നലെ കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. അതായത് ഹെസിൽവുഡിൻ്റെ പന്ത് കൊണ്ട് അദ്ദേഹം ആ ലൈനിൽ നമുക്കറിയാം ധോണിക്ക് ശേഷം ശരിക്കും സഞ്ജു ആണോ അല്ലെങ്കിൽ പന്താണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിച്ചിരുന്നത് പന്തിനെ തന്നെയാണ്. പന്ത് 3 ഫോർമാറ്റ് പ്ലെയർ ആകുമെന്ന തരത്തിൽ തന്നെയാണ് പന്തിനെ 2018-19 സമയത്തൊക്കെ ടീമിലേക്ക് എടുത്തത്. 2019 ഏകദിന ലോകകപ്പിൻ്റെ സമയത്ത് തന്നെ പന്തിനെ ഉൾപ്പെടുത്തണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് ആർക്കൊക്കെ ശിഖർ ധവാനും മറ്റുമൊക്കെ പരിക്കേറ്റ സമയത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ധോണിക്ക് പകരം ആ ലോകകപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന തരം. കാരണം ആ സമയത്ത് 2018 കാലഘട്ടത്തിൽ പന്തിൻ്റെ അഗ്രസീവ് T20 ഇന്നിങ്സുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ 2019 ലോകകപ്പിൻ്റെ സമയത്ത് ധോണിക്ക് പകരക്കാരനായി ഇദ്ദേഹം തന്നെ ഉണ്ടാവണം, ഇനി ധോണി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇദ്ദേഹം ഉണ്ടാകണം എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതേ പന്താണ് ഇപ്പോൾ ഈ 2 ഫോർമാറ്റുകളിൽ, ഏകദിന ഫോർമാറ്റിലും T20 ഫോർമാറ്റിലും കൃത്യമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി. പക്ഷെ എന്നാലും ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം അത് തിരിച്ചു വന്നു. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ആ ഒരു LSCയുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ പന്തിൻ്റെ അസ്ഥിരതയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങുന്നു, ആ മത്സരത്തിൽ പെട്ടെന്ന് ഔട്ടാവുന്നു, ആ മത്സരം പരാജയപ്പെടുന്നു, പിന്നെ വീണ്ടും മധ്യനിരയിലേക്ക് വരുന്നു. ഈ പ്രതിസന്ധി കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കൃത്യമായിട്ട് സ്ലോട്ട് ഇല്ലായിരുന്നു. അതെ, അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ കൃത്യമായിട്ടൊരു സ്ലോട്ട് നിശ്ചയിക്കണം. അത് LSCയുടെ തോൽവിക്ക് അദ്ദേഹം നല്ലൊരു ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? പിന്നെ പഴയൊരു ഉണ്ടായിരുന്നു, ടെസ്റ്റിലൊക്കെ തിരിച്ചു വന്നു. 2024 T20 ലോകകപ്പ് അദ്ദേഹം കളിച്ചല്ലോ, ആ ഒരു ടീമിലുണ്ടായിരുന്നു. പക്ഷേ ആ ടീമിൽ പോലും അദ്ദേഹം കൃത്യമായ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നില്ല, സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റിയിരുന്നില്ല 2024 ലോകകപ്പിൽ പോലും. അപ്പോൾ പന്തിൻ്റെ പെർഫോമൻസിൻ്റെ പ്രശ്നം തന്നെയാണ് LSCയെ വലുതായിട്ട് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഗോയങ്ക ഇതിനെക്കുറിച്ചൊന്ന് ഗൗരവമായി ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെയുള്ളത് മൊത്തത്തിൽ നോക്കും വിരാട് കോഹ്ലി. നമ്മൾ നേരത്തെ ആരിസും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. വിരാട് കോഹ്ലിയുടെ ഓറയും അദ്ദേഹത്തിൻ്റെ ഈ സമയത്തും 37 വയസ്സായിട്ടും അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് തലയിൽ ചൂടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ലോങ്വിറ്റിയാണ് കരിയറിൻ്റെ ലോങ്വിറ്റിയാണ് കാണുന്നത്. അടുത്ത ലോകകപ്പ് മുന്നിലുണ്ട്. പിന്നെയുള്ളത് RCB ടേബിൾ ടോപ്പേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പം അതും ഒരു വലിയൊരു പോസിറ്റീവാണ്. RCB സംബന്ധിച്ചിടത്തോളം അവർ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു. പിന്നെ ഇതിൽ കൃണാൽ പാണ്ഡ്യയെ കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞു. കൃണാൽ പാണ്ഡ്യയുടെ 2 വിക്കറ്റ് മാത്രമല്ല, കൃണാൽ പാണ്ഡ്യ ഈ സീസണിൽ മൊത്തം ഇപ്പോൾ അദ്ദേഹം ഇന്നലെയാണ് IPL കരിയറിൽ അദ്ദേഹത്തിൻ്റെ 100ാം വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത്. ഇപ്പോൾ IPL 12 സ്പിന്നർമാരോളം 100 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയവരുണ്ട്. അതിൽ ടോപ്പിൽ തന്നെ യുസ്വേന്ദ്ര ചഹൽ മുതൽ കുറേ സ്പിന്നർമാർ നമുക്ക് IPLന്റെ ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സിൽ കാണാൻ സാധിക്കും, വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇതിൽ പലരും റിസ്ക് സ്പിന്നേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി മിസ്റ്ററി സ്പിന്നേഴ്സ് ഇങ്ങനെയൊക്കെ വരുന്നൊരു ടീമുകൾക്കിടയിലാണ് കൃണാൽ പാണ്ഡ്യ പോലെ അദ്ദേഹം ഒരു കഴിഞ്ഞ മുമ്പത്തെ മത്സരത്തിലോ മറ്റാണെന്ന് കൊണ്ട് 100ന് മുകളിൽ നിരന്തരം ഓരോ ഓവറിൽ ബൗൺസ് ചെയ്യുക, യോക്കറുകൾ എറിയുന്ന ഒരു സ്പിന്നർ. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ അദ്ദേഹമായിരുന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബൗൺസർ എറിഞ്ഞ താരം. അതെ, അതൊരു സ്പിന്നറാണെന്ന് ആലോചിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ആക്ഷനുകളൊക്കെ മാറ്റം വരുന്നു. ഇന്നലത്തെ മത്സരത്തിലും അങ്ങനെ തന്നെയാണ്, നിർണായക വിക്കറ്റ് എടുക്കുക, മിഡിൽ ഓവറുകൾ. ഇപ്പോൾ അദ്ദേഹം ഹേസൽവുഡും കൂടെ ചേർന്നിട്ട് 23 ഡോട്ട് ബോളുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ എറിഞ്ഞത്. അപ്പോൾ അവർ കൊടുക്കുന്ന ഈ പ്രഷറിലാണ് റാസിഖ് സലാമിനും ഭുവിക്കും കിട്ടിയ വിക്കറ്റുകൾ മുഴുവൻ ഇവർ ലക്നൗ ബാറ്റർമാർക്ക് കൊടുത്ത പ്രഷർ ഉണ്ടല്ലോ, ഇത് ഒരടി കിട്ടുകയാണെങ്കിൽ വിക്കറ്റിന്റെ പുറകുന്ന കയറി. അതെ അതെ. അതേപോലെ തന്നെ RCBയിൽ സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും വഹിക്കുന്ന റോളുണ്ടല്ലോ. അവരുടെ സ്പിന്നർമാർ നന്നായി ഡെലിവറി ചെയ്യുന്നു എന്നിടത്തും അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഇപ്പോൾ ജേക്കബ് ഡഫിയെ പുറത്തിരുത്തേണ്ടി വന്ന ടീമാണത്. ഇപ്പോൾ ജേക്കബ് ഡഫിയെ പോലെ പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് ആയ ഒരു മനുഷ്യനെ പുറത്തിരുത്തിയിട്ട് ഹേസൽവുഡ് ഉള്ളത് കൊണ്ടാണിത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിഭാസമ്പന്നതയാണ് RCBയുടെ പ്രതിസന്ധി എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിഭാധാരാളിത്തം തന്നെയാണ് ഇപ്പോഴും അവരനുഭവിക്കുന്ന പ്രതിസന്ധി. അവർക്ക് കുറേ ആളുകൾക്ക് ഇപ്പോൾ ഷെഫേർഡിനൊന്നും ബോൾ എടുക്കാൻ പറ്റുന്നില്ല. ഷെഫേർഡ് അടികൊള്ളുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ബോളിംഗ് ഓപ്ഷനായിട്ടുണ്ടാണല്ലോ, അദ്ദേഹത്തിന് ഇപ്പോൾ ബാറ്റിംഗ് ഓപ്ഷനായി മാത്രമാണ് പരിഗണിക്കുന്നത് എന്ന കാര്യം ആലോചിക്കണം എന്നുള്ളതാണ്. സോ എല്ലാ സീസണിലും നല്ല ടീമാവും ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം. അതെ അതെ. ഇതിൽ 2 കാശ്മീരുകാരെ നമ്മൾ എടുത്തു. ഇപ്പോൾ റാസിഖിന്റെ കാര്യം പറഞ്ഞു, 4 വിക്കറ്റ് നേടി അദ്ദേഹം മാൻ ഓഫ് ദി മാച്ചിന് അർഹനായിരുന്നു. മറുവശത്ത് അപ്പുറവും ഒരു കാശ്മീരുകാരനുണ്ട്, അബ്ദുൽ സമദ്.
എനിക്കൊന്ന് IPL-ലെ പിന്നെ ഒരിക്കലും തൻ്റെ പ്രതിഭക്കൊത്ത് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയൊരു താരമാണ് അബ്ദുൽ സമദ്. എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താറുണ്ട്, പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലും ഡെക്കിന് പുറത്തായിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഇതുവരെയുള്ള റെക്കോർഡുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏത് ടീമിലാണ് അതൊരു കൂറ്റൻ ഹിറ്റുകൾക്ക് പേര് കേട്ട കളിക്കാരൻ എന്ന ലൈനിലാണ്. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഈ ടീമിൽ LSG ടീമിൽ പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടുന്ന ഒരു കളിക്കാരനായിട്ട് അബ്ദുൽ സമദ് മാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലെ കൃണാൽ പാണ്ഡ്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബോളിംഗ് വൈവിധ്യം ഭീകരമാണ്. അതായത് ബൗൺസർ എറിയുന്ന ഒരു ബോളർ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് ഇതേപോലെ ഈ ഷാഹിദ് അഫ്രീദി എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ബൗൺസറുകൾ എറിയുന്നത് കണ്ടിട്ടുണ്ട്, 120 മുകളിൽ km/h ഉള്ള ഇത് കണ്ടിട്ടുണ്ട്. ഷൈൻ വോൺ എപ്പോഴോ ഒരിക്കൽ ഇതുപോലെ ബൗൺസർ അദ്ദേഹത്തിന്റെ കരിയറിൽ, അതായത് അത്രയധികം പന്തുകൾ എറിഞ്ഞ 10,000-കണക്കിന് പന്തുകൾ എറിഞ്ഞ ഷൈൻ വോൺ അദ്ദേഹത്തിന്റെ കരിയറിൽ എറിഞ്ഞ ഏക ബൗൺസർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഏക ബൗൺസർ എങ്ങാനായിരിക്കും ഷൈൻ വോൺ എറിഞ്ഞത്. അപ്പോഴാണ് ഒരു മത്സരത്തിൽ തന്നെ 10ഉം 12ഉം ഒക്കെ 24 പന്തുകളിൽ ഒരു 10ഉം 12ഉം ബൗൺസർ എറിഞ്ഞുകൊണ്ട് കൃണാൽ പാണ്ഡ്യ തകർക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ മത്സരത്തിൽ ഈ മുകുൾ ചൗധരിയുമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. മുകുൾ ചൗധരി ഒരു 6 അടിച്ചപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള പിന്നെ ഇവർ തമ്മിലൊരു വാക്കേറ്റവും, അത് മാത്രമല്ല അതിനുശേഷം പിന്നെയും മുകുൾ ചൗധരി ഇദ്ദേഹത്തെ പിന്നെ 6 ഒക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ഫൈറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കൃണാൽ പാണ്ഡ്യ ഏത് ടീമിനൊരു അസറ്റാണ്. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. ഇന്ന് പഞ്ചാബ് മുംബൈ ആണ്. അപ്പോൾ മുംബൈ വിജയവഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണോ പ്രതീക്ഷ? എന്നാണ് MSKയുടെ പ്രതീക്ഷകൾ? MSKയുടെ പഴയ ടീമാണല്ലോ മുംബൈ. അല്ല, ഇതില് മുംബൈ അവരുടെ വിജയത്തിലേക്ക് തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർ പിന്നെ നേരത്തെ പറഞ്ഞതിൽ അവരൊരു മൊമെൻറ്റം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ RCBക്ക് ഈ ഒരു വിജയ മൊമെൻറ്റം, എല്ലാത്തിനും ഒരു മൊമെൻറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. വിജയിക്കുന്ന ടീമിന് വിജയിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള, വിജയിച്ചവരുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അവർക്ക് വിജയിക്കാൻ കുറച്ചുകൂടി പിന്നെ ആ മെൻറ്റാലിറ്റി കൊണ്ട് തന്നെ സാധിക്കും. ആ ഒരു ലൈനിൽ അവർ ചാമ്പ്യന്മാരെ പോലെ തന്നെ കളിക്കും. RCB കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവർ 3 മത്സരങ്ങൾ തോറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ മാനസികമായിട്ടും മറ്റുമൊക്കെ ലോ ആയിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനിൽ തന്നെയാണ് അവരുടെ ഒരു ഇത് തുടങ്ങുന്നത്. അദ്ദേഹം ഈ മത്സരത്തിനെങ്കിലും അവർ പ്രചോദിപ്പിച്ചുകൊണ്ട്, അത്രയും മുൻ ക്യാപ്റ്റന്മാരൊക്കെ ഉള്ളൊരു ടീമാണ്, പ്രചോദിപ്പിച്ചുകൊണ്ട് മുംബൈ മുന്നിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മത്സരത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എങ്കിൽ കൂടിയും ഈ മത്സരത്തിൽ പഞ്ചാബ് വേഴ്സസ് മുംബൈ മത്സരത്തിൽ ഒരടിച്ച് പഞ്ചാബിന് തന്നെയാണ്. കാരണം പഞ്ചാബ് ശ്രേയസ് അയ്യർ മികച്ച ഫോമിലാണ്. അദ്ദേഹം മികച്ച രീതിയിൽ ക്യാപ്റ്റൻസിയിൽ ടീമിനെ മുന്നിൽ നയിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചാബ് ജയിക്കാനാണ് സാധ്യത. ജസീം എന്ത് പറയുന്നു? ഇന്ന് മുംബൈ ജയിക്കാനുള്ളൊരു സാധ്യത എന്ന് പറയാം. കാരണം വെച്ചാൽ സാധ്യത അതെ, മുംബൈ ജയിക്കട്ടെ. അടിവാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ നമുക്ക് അടിവാരത്തുള്ള ടീമാട്ടോ. ശരിക്ക് കഴിഞ്ഞ ദിവസം ചെന്നൈ അടിവാരത്തിൽ, നമുക്ക് മുംബൈ ജയിക്കണം. ഫാൻ ഫൈറ്റിൽ നമുക്കൊരിക്കലും താല്പര്യമില്ലെങ്കിലും ഇതിൽ പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞ കളിയിൽ പരിക്കാണ്. അദ്ദേഹം കളിക്കാനുണ്ട്. ഇന്നലെയൊക്കെ നെറ്റ്സിലുണ്ടായിരുന്നു. അദ്ദേഹം കളിക്കാനുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡീകോക്കിനെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ഓവർസീസ് പ്ലെയറിൻ്റെ സ്ലോട്ട് അപ്പുറത്ത് ഒഴിവാക്കേണ്ടി വരും. റിക്കിൾട്ടണും ഡീകോക്കും ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ റുദർഫോർഡിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ബോളിംഗ് ഓപ്ഷൻസ് രോഹിത് ശർമ്മ ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വിൽ ജാക്സ് ഇനിയും ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ മുംബൈക്ക് പരിഹരിക്കാൻ കുറേയധികം പിന്നെ പ്രശ്നങ്ങളുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ തിലക് വർമ്മയുടെ ഫോം, സൂര്യകുമാർ യാദവിന്റെ ഫോം, പിന്നെ അതുപോലെ തന്നെ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ ഏറ്റവും അധികം ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ ഇതുവരെ ഒരു വിക്കറ്റ് പോലും നേടിയിട്ടില്ല. ബോൾട്ട് ആണെങ്കിൽ 12 മുന്നിൽ എക്കോണമിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വിക്കറ്റ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ട്രാക്കിലായിട്ടില്ല. മാർക്കണ്ടൊക്കെ കഴിഞ്ഞ കളി നന്നായി അടികൊള്ളുന്ന കണ്ടു. പിന്നെ സാൻഡർ ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിനെ കുറിച്ച് മാത്രം നമുക്ക് പ്രതീക്ഷയുള്ളൊരു വർത്തമാനം പറയാൻ സാധിക്കുക. ഇപ്പോൾ തിലക് വർമ്മയൊക്കെ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 3 തവണ ഔട്ടായത് സ്പിന്നർമാർക്ക് മുന്നിലാണെന്നാണ്. സ്കൈയും നമുക്ക് പ്രതീക്ഷിക്കുന്നൊരു ലെവലിലുള്ള ഇത് തന്നിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിലാണ് റുദർഫോർഡ് ഒന്ന് ട്രാക്കിലാവുന്നത് കണ്ടു. പക്ഷേ ആ മത്സരം പിന്നെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ പോരാളികൾ സാധാരണഗതിയിൽ തോറ്റുകൊണ്ട് തുടങ്ങുമ്പോൾ പിന്നെ അവർ ലാസ്റ്റ് ഒന്ന് കപ്പടിക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ജയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ തുടർച്ചയായി പരാജയങ്ങൾ വരുന്നു. ഈ മത്സരത്തിൽ തിരിച്ചെത്തണം എന്നാണ്. പക്ഷേ അതത്ര വലിയ കടമ്പയാണ് പഞ്ചാബ്. പക്ഷേ പഞ്ചാബ് നിരയിലേക്ക് വരുന്ന സമയത്ത് ഹർഷദീപ് സിംഗ് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നൊരു സീസണാണ് ഇത് അവരുടെ ഇത്. അപ്പോൾ അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ശ്രേയസ് അയ്യറുടെ ഫോമിലാണ് അവരുടെ മൊത്തത്തിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അവർ മൊത്തത്തിൽ പിന്നെ ഒരു ഡൊമിനൻസ് തുടരുന്നൊരു കാലമാണ് ശ്രേയസ് അയ്യർക്ക് കീഴിൽ കുറേ കാലത്തിന്. പിന്നെ കഴിഞ്ഞ സീസണിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നോക്കൗട്ടിൽ മുംബൈയെ പുറത്തേക്ക് പറഞ്ഞേക്കുന്നത് ഇതേ പഞ്ചാബാണ് എന്നാണ്. ഈ സീസണിലാണെങ്കിൽ അവർ ഒറ്റ തോൽവി പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ കളിച്ച 5ൽ 4 മത്സരങ്ങളും വിജയിക്കുന്നു. ഒരു മത്സരം വാഷ് ഔട്ടായി പോവുകയോ മറ്റാണ് ചെയ്തത്. അപ്പോൾ അവരാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവരും RCBക്ക് ഒരേ പോയിൻ്റാണുള്ളത്. സോ പഞ്ചാബ് അത്ര ചെറിയ കടമ്പയല്ല എന്ന ബോധ്യം മുംബൈക്ക് ഉണ്ടാകണം
കാരണം മുംബൈ ആണെങ്കിൽ അടിവാരത്ത് കിടക്കാണ്, അവർക്ക് തിരിച്ചു വന്നേ മതിയാവുന്ന തിരിച്ചു വരും. നല്ല ടീമുണ്ട്, ടീമുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ അതാണ് ഏറ്റവും വലിയ ടീം ട്രാക്കിലായിട്ടുള്ള തിരിച്ചു വരുമ്പോൾ തന്നെ പ്രതീക്ഷ. തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള ഒരു ടീം, നല്ല ടീമുണ്ട് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫോമില്ലായ്മ വലിയൊരു അപകടം തന്നെയാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും അവിടെയൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മുതൽ തുടങ്ങുന്ന പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ രജത് പട്ടിദാർ ഭയങ്കര ഫോമിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പിന്നെ പേസർ പ്രതീക്ഷിക്കാതെ സ്പിൻ ബാഷറായ അദ്ദേഹത്തിന് മായമാർക്കണ്ടയെ കൊണ്ട് ഇട്ടുകൊടുത്ത ആ ബ്ലണ്ടർ തീരുമാനത്തെയൊക്കെ പലരും വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ പിന്നെ ഗ്രൗണ്ടിൽ അദ്ദേഹം കുറച്ചുകൂടി 5-6 ക്യാപ്റ്റൻസി മെറ്റീരിയൽ അതിനകത്തുണ്ടല്ലോ, പലരോടും ഉപദേശ നിർദ്ദേശങ്ങൾ തേടാമല്ലോ. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ കുറച്ചുകൂടി ക്യാപ്റ്റൻസി മെച്ചപ്പെടണം എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാനിപ്പോഴും മുംബൈ ഫാനാണ് എന്ന കാര്യം മറന്നു വരുന്നുണ്ട്. അപ്പോൾ മുംബൈ അടുത്ത മത്സരത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിൽ കൂടിയും RCB അവരുടെ അപ്രമാദിത്യം തെളിയിച്ചുകൊണ്ട് ഈ ലീഗിൽ ഈ IPL ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പഞ്ചാബും ഇതുപോലെ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് അവർ രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഈ അടുത്ത മത്സരം മുംബൈയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മുംബൈയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിരിക്കാനാണ് സാധ്യത. അവർ പിന്നെ മത്സരങ്ങളൊക്കെ ജയിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരു വിജയിച്ചവൻ്റെ മെൻറ്റാലിറ്റി തീർച്ചയായും പഞ്ചാബിനുണ്ടാകും. മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ കൂടി പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ ആഴത്തിൽ വീക്ഷിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മത്സരത്തിന് ശേഷം ഇതുപോലെ നമുക്കിരിക്കാം.